സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. ഈശോയിലെ എനിക്ക് ഏറെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സത്വാർത്ത നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നതിൽ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനവുമുണ്ട്. ഈ ശുശ്രൂഷ ദൈവം കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു തീർത്ഥാടനമാണ്. ഈ ശുശ്രൂഷയുടെ വിജയം ഞങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിജയമല്ല. ഇത് കർത്താവിൻ്റെ വിജയമാണ്, കർത്താവിൻ്റെ സഭയുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗരോഹിത്യത്തിൻ്റെ വലിയ കൃപയിലെ ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന വരദാനങ്ങളുടെ ശുശ്രൂഷകൻ എന്ന നിലയിലെ കർത്താവിൻ്റെ നാമത്തിലെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സർവ്വ ആവശ്യങ്ങളോടും ആവശ്യങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷയിലെ നിങ്ങളോടത്തെ സദ്വാർത്ത പങ്കുവയ്ക്കുമ്പോൾ ഉത്ഥാനത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ജോൺ ക്രിസസ്റ്റോം പറയുന്നത്, നിക്കോദേമൂസിനോട് കർത്താവ് പറഞ്ഞതുപോലെയാണ് നോമ്പുകാലം. നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. നിക്കോദേമൂസ് നിഷ്കളങ്കമായിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്, ഞാൻ എങ്ങനെയാണ് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി കുഞ്ഞായി പ്രസവിക്കപ്പെടുക? സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ജോൺ ക്രിസസ്റ്റോം പറയുന്നു, നോമ്പുകാലം എന്ന് പറയുന്നത് സഭയുടെ ഉദരത്തിലേക്ക് ഓരോ ക്രിസ്തു ശിഷ്യനും പ്രവേശിക്കുന്ന സന്ദർഭമാണ്. സഭയുടെ തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ ദൈവം നമ്മെ തന്നെ കഴുകുകയാണ്. അനുരഞ്ജനത്തിന്റെ കൂദാശയിലൂടെ, വചനപ്രഘോഷണത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ ദൈവം നമ്മെ കഴുകുകയാണ്. ആത്മാവ് കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് നിക്കോദേമൂസിനോട് കർത്താവ് പറഞ്ഞ പുനർജനനം, അത് ആണ്ടുവട്ടത്തിലെ എനിക്കും നിങ്ങൾക്കും സാധ്യതമാക്കുന്നത് നോമ്പുകാലത്താണ്. ഈ നോമ്പുകാലത്തിൻ്റെ സന്തോഷത്തിൻ്റെ മഹത്തായ പ്രകടനമാണ് ഉയർപ്പ് തിരുനാൾ. ഉയർപ്പ് തിരുനാളിൻ്റെ കാതലെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുക. ഞാൻ മുളയത്ത് സെമിനാരിലെ റെക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ സെമിനാരിയോട് അനുബന്ധിച്ച് ഒരു കുഞ്ഞു പള്ളി ഉണ്ടായിരുന്നു. 50 വീട്ടുകാർ, പാവങ്ങൾ, അഷ്ടിക്ക് വൃത്തിയില്ലാത്തവർ. ഈ സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഞായറാഴ്ച ഒരു കുർബാന മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ റെക്ടറായിട്ട് ജോലി ചെയ്യുന്ന വേളയിൽ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് 50 ദിവസം കുർബാന വേണം. അങ്ങനെ 50 ദിവസം നോമ്പ് കാലത്ത് കുർബാനയൊക്കെ ആയി ഞങ്ങൾ നോമ്പ് വളരെ ചിട്ടയായിട്ട് ആചരിച്ച്, നിങ്ങൾക്കറിയാം ഉത്ഥാന പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശം കുർബാനയുടെ നടുവിലെ ഉത്ഥാനരൂപത്തിൻ്റെ മറമാറ്റി വിരിമാറ്റി ജനങ്ങൾക്ക് വണക്കത്തിനായിട്ട് സമർപ്പിക്കുന്ന തിരുക്കർമ്മമാണ്. എല്ലാവരോടും സന്തോഷം പങ്കിട്ട് സങ്കീർത്തിയിലേക്ക് ഞാൻ മടങ്ങി വന്നപ്പോൾ കുർബാനയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന കുഞ്ഞുങ്ങൾ എന്നോട് വളരെ കൗതുകത്തോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ, എന്തുകൊണ്ടാ ഇന്ന് ഈശോ കൊടി പിടിച്ചു നിൽക്കണേ? ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കെന്താ തോന്നണേ? കുട്ടികൾ വളരെ നിഷ്കളങ്കമായിട്ട് എന്നോട് മറുപടി പറഞ്ഞു, നമ്മുടെ കർത്താവ് ജയിച്ചു വച്ച, മരണത്തെ തോൽപ്പിച്ചു, ഈ ലോകത്തെ തോൽപ്പിച്ചു, ജഡത്തെ തോൽപ്പിച്ചു, പിശാചിനെ തോൽപ്പിച്ചു.
ഒരുപക്ഷെ ഉത്ഥാന പെരുന്നാൾ എന്ന് പറയുന്നത് വിജയത്തിന്റെ ആഘോഷമാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ തീർത്ഥാടകനാണ്. അവൻ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് ഉറപ്പ് വരുത്തുന്നതിന് അവന് ദൈവം നൽകിയ അടയാളമാണ് ഉത്ഥാന പെരുന്നാള്. മരുഭൂമിയിലെ പ്രലോഭനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു പിശാചിനെ നേരിട്ടു. ഈ 50 ദിവസം ഞാനും നിങ്ങളും തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ നമ്മുടെ ജഡത്തെ നേരിടുകയായിരുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളെ നേരിടുകയായിരുന്നു. പിശാചിന്റെ പ്രലോഭനങ്ങളെ നമ്മൾ നേരിടുകയായിരുന്നു. ഉത്ഥാന പെരുന്നാൾ എന്ന് പറയുന്നത് ഈ നോമ്പിന്റെ അവസാനത്തിലെ ഞാനും നിങ്ങളും ഉത്തിതനായ കർത്താവിന്റെ വിജയത്തിലെ ഉത്തരവാദിത്വത്തോടുകൂടെ അവകാശികളായിട്ട് സന്തോഷം പങ്കിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ ഉത്ഥാന പെരുന്നാളിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ്. 1-ാമത്തെ തിരുവചനം, അതിരാവിലെ മറിയം മഗ്ദലിനെയും മറ്റേ മറിയവും ഈശോയുടെ ശവകുടീരത്തിലേക്ക് യാത്ര പോകുന്നു. കർത്താവിന്റെ കുഴിമാടത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവർ പോകുന്നത്. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഉത്ഥാന തിരുനാളിന്റെ യഥാർത്ഥ താക്കോൽ വചനമാണ്. ഈ കല്ലറയുടെ കല്ല് ആരാണ് നമുക്ക് ഉരുട്ടി മാറ്റുക? ഈ കല്ലറയുടെ കല്ല് ആരാണ് നമുക്ക് ഉരുട്ടി മാറ്റുക? ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതം, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ പല പ്രാവശ്യം നിങ്ങൾ ചോദിച്ചുള്ളൊരു ചോദ്യമാണ്, ഈ കല്ലറയുടെ കല്ല് ആരുരുട്ടി മാറ്റും? 6 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ അതിരൂപതയിൽ ഒരു പള്ളിയിലെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഞാൻ സങ്കീർത്തി വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ വിശേഷം? പൊട്ടിക്കരഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഡോക്ടർമാരെ ഞങ്ങൾ എഴുതി തള്ളി, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദുരന്തം എടുത്തു മാറ്റാൻ ആർക്ക് കഴിയും? അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ആ പാവപ്പെട്ട മനുഷ്യരെ എന്നോട് പറഞ്ഞ കണ്ണുനീരിന്റെ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന മറിയം മഗ്ദലിനയുടെ പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. ഈ കല്ലുകള് കല്ലറയുടെ ഗുഹാമുഖത്ത് നിന്ന് ആരാണ് ഉരുട്ടി മാറ്റുക? പക്ഷെ നിങ്ങൾ സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വചനം കാണുന്നുണ്ട്. അവർ കല്ലറയിങ്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ കല്ലറയിങ്കൽ എത്തിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. മരിച്ചവൻ കല്ലറയ്ക്കകത്തില്ല, കട്ടുകൊണ്ടുപോയെന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും ഉരുട്ടി മാറ്റാൻ സാധിക്കില്ലെന്ന് കരുതിയ കല്ലുകള് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് അവർ കണ്ടു. അടക്കപ്പെട്ടവൻ, മരിച്ച അടക്കപ്പെട്ടവൻ അവസാനത്തെ ആണി അടിച്ചപ്പോഴും ഇവന്റെ ശല്യം തീർന്നു എന്ന് കരുതി മനസ്സിൽ സംതൃപ്തി കണ്ട യഹൂദന്മാരെ, പക്ഷെ അവൻ അവിടെ ഇല്ല. നോക്കൂ പ്രിയമുള്ളവരെ, ഉത്ഥാനമെന്ന് പറയുന്ന മഹാരഹസ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ദൈവത്തിന്റെ കരം പിടിച്ചാല് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന, നമുക്ക് തെളിവ് നൽകുന്ന വിശ്വാസത്തിന്റെ ഏറ്റവും ആധികാരികമായ അനുഭവമാണ്. മംഗളവാർത്ത സ്വീകരിക്കുന്ന മറിയത്തോട് മാലാഖ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മംഗളവാർത്ത മറിയം സ്വീകരിച്ചപ്പോൾ അസാധ്യതകളുടെ വലിയ ഒരു സദ്വാർത്തയാണ് അവൾ സ്വീകരിച്ചത്. സദ്വാർത്ത എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാല് ലൂക്കാ സുവിശേഷകൻ പറയുന്ന അവളുടെ ഹൃദയത്തിലെ ഒരു വലിയ കടാര കൊണ്ട് കർത്താവ് കുത്തുകയായിരുന്നു. അവളുടെ ഹൃദയത്തെ ഒരു വാൾ ഭേദിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരനോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലെ അസാധ്യമെന്ന് തോന്നുന്ന വിധത്തിലെ
പ്രതീക്ഷകൾക്ക് പുറത്ത് യാതൊരു പ്രതീക്ഷകളും മനസ്സിലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലെ അന്ധകാരം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കല്ലുകൾ ഉരുട്ടി മാറ്റുന്ന അനുഭവം അതേതാണോ അതാണ് ഉത്ഥാനത്തിന്റെ അനുഭവം, അതാണ് ഈസ്റ്റർ. ഞാൻ ആദ്യം പറഞ്ഞ ക്യാൻസർ ബാധിച്ച പാവപ്പെട്ട അമ്മച്ചി ഒരിക്കലും എന്നെ കണ്ടു. പിന്നീട് അവള് പറഞ്ഞു, അച്ഛാ എനിക്കറിയാൻ പാടില്ല, ഡോക്ടർമാര് പറയുന്നേ പോകുന്നിടത്തോളം പോകട്ടെ, ഞങ്ങൾ പഴയതുപോലെ പരിശോധിച്ചിട്ട് ഒന്നും കാണുന്നില്ല. അച്ഛൻ പ്രാർത്ഥിച്ചതിന് നന്ദി. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. നിങ്ങളൊരു പക്ഷെ ആത്മഹത്യ മുനമ്പിലായിരിക്കും, കടബാധ്യതകള്, രോഗക്ലേശങ്ങള്, കുടുംബത്തിന്റെ തകർച്ചകള്, നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള വേദനകള്, ഇതിന്റെ ഒക്കെ നടുവിൽ ഉത്ഥാനത്തിന്റെ തിരുനാള് നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? നിങ്ങൾ കല്ലറയുടെ വാതിക്കലെത്തുമ്പോൾ ആ കല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനം വീണ്ടും ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങള് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു നൽകുന്ന മറ്റൊരു താക്കോൽ വചനമാണ്. യേശുവിനെ കല്ലറയിൽ കാണാതെ അസ്വസ്ഥയായ മറിയം തോട്ടക്കാരനെ കണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങള് അവനെവിടേക്ക് എടുത്തു മാറ്റിയിരിക്കുന്നത്? ഞങ്ങളൊരു ഉപദ്രവം ചെയ്യുകയില്ല. അവന്റെ ശരീരത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ വെക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ അവനെ എടുത്തു മാറ്റിയത് എവിടേക്കാണെന്ന് പറയൂ, ഞങ്ങൾ അവനെ പോയി സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ വെച്ച് പാരമ്പര്യങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അനുവദിക്കുക. ആ സമയത്ത് തോട്ടക്കാരനാണെന്ന് മറിയം ധരിച്ച യേശു മറിയത്തോട് ചോദിക്കുന്ന മനോഹരമായിട്ടൊരു ചോദ്യമുണ്ട്. ഉത്ഥാനത്തിന്റെ അർത്ഥം മുഴുവൻ ആ ചോദ്യത്തിലുണ്ട്. മറിയം, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ്. ഉത്ഥാനം ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കണ്ണുനീരുകൾക്ക് ഞാനിത് അറുതി വരുത്തിയിരിക്കുന്നു. നിന്റെ രോഗങ്ങള്, നിന്റെ ക്ലേശങ്ങള്, നിന്റെ നഷ്ടങ്ങള്, അതാണ് ഈ കാൽവരിയിലെ കുരിശിലെ ഞാൻ നിനക്ക് വേണ്ടി ഏറ്റെടുത്തത്. നീ എന്തിനാണ് ഇനി കരയുന്നത്? നിന്റെ ദുഃഖം എന്താണ്? നിന്റെ ദുഃഖങ്ങൾക്ക് ഞാനിതാ അവസാനമിട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഉത്ഥാന പെരുന്നാള് എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ദുഃഖങ്ങൾക്ക് അവസാനം കർത്താവ് കുറിക്കുന്നതാണ്. എന്റെയും നിങ്ങളുടെയും സങ്കടങ്ങൾക്ക് കർത്താവ് അവസാനം കുറിക്കുകയാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് വിടുവിപ്പിക്കുകയാണ്. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന്, ഫറവോയുടെ ബലിഷ്ഠമായ കരബലത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിപ്പിച്ച് വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് നയിക്കാൻ മോശ കാരണക്കാരനായതുപോലെ, മോശയ്ക്ക് ദൈവനിയോഗമുണ്ടായതുപോലെ, ഒരുപക്ഷെ ഉത്ഥാന പെരുന്നാള് വിജയശ്രീലാളിതനായ കർത്താവിന്റെ പിറകെ പോകാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകുന്ന ക്ഷണക്കത്താണ്. എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് ഇതാ മറുപടി പറയുന്നു. നിങ്ങളുടെ മുൻപിൽ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകൾക്ക് കർത്താവ് ഇതാ കത്രിക വയ്ക്കുന്നു. ലാസറിന്റെ കുഴിമാടത്തിലെ ഈശോ പറഞ്ഞില്ലേ, എന്റെ കെട്ടുകൾ അഴിക്കുക. ഉത്ഥാന പെരുന്നാള് എന്നെയും നിങ്ങളെയും വരിഞ്ഞു മുറുക്കുന്ന ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ കെട്ടുകൾക്ക്, നിരാശയുടെ ബന്ധനങ്ങൾക്ക്, പിശാചിന്റെ അടിമത്തത്തിന്, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് കർത്താവ് അറുതി വരുത്തുകയാണ്. കർത്താവ് അതിന് അവസാനം കുറിക്കുകയാണ്. നീ എന്തിനാണ് സ്ത്രീ കരയുന്നത്? എന്തിനാണ് സ്ത്രീ നീ കരയുന്നത്? കർത്താവ്
ഈ സ്ത്രീയോട് സംസാരിച്ചിട്ട് കുറെ കഴിഞ്ഞപ്പോൾ കുറെ കൂടെ അടുപ്പം കാണിച്ചിട്ട് മനോഹരമായിട്ടൊരു മുഹൂർത്തം സുവിശേഷത്തിലുണ്ട്. കർത്താവ് മറിയത്തെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. കർത്താവ് മറിയത്തെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. കർത്താവ് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, മറിയം, മറിയം. മറിയം തിരിച്ച് കർത്താവിനോട് പറയുന്ന മറുപടി വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. റബ്ബോണി, മൈ ലോർഡ്, മൈ ലോർഡ്. നിന്റെ കണ്ണുനീരുകൾക്ക് അറുതി വരുത്താൻ നീ ഒന്നേ ചെയ്യണ്ടു. അവന്റെ കാൽപാദങ്ങളിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തുക. അവൻ നിന്റെ ദൈവമാണ്, അവൻ നിന്റെ ഉടയവനാണ്, അവൻ നിന്റെ ഉടമസ്ഥനാണെന്ന് നീ കർത്താവിന്റെ മുൻപിൽ പ്രഖ്യാപിക്കണം. റബ്ബോണി, റബ്ബോണി. മറിയം. ആ വാക്കുകൾക്ക് പിന്നെ മറിയത്തിന് ഒറ്റ മറുപടിയുള്ളൂ, നീ അല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല. ഒരുപക്ഷെ വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് മറ്റൊരു മുഹൂർത്തമുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസത്തില് അപ്പസ്തോലന്മാരുടെ സംഘത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. തോമസ് അപ്പസ്തോലൻ അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് പിന്നീട് അപ്പസ്തോലന്മാര് കർത്താവ് വന്ന വിശേഷങ്ങള് വിവരിച്ചപ്പോ പറഞ്ഞു, ഞാൻ കാണാതെ വിശ്വസിക്കയില്ല. അവന്റെ വിലാവിൽ എൻ്റെ കൈ തൊടണം, അവന്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ കരം തൊടണം. 7 ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തോമയെ അടുത്ത് വിളിച്ചു, തോമ അടുത്ത് വരിക. തോമ അടുത്ത് ചെന്ന് കർത്താവിനെ നോക്കിക്കണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ കരം കൊണ്ടുവരിക, നീ ആവശ്യപ്പെട്ട രണ്ടും നീ നേടുക, എന്റെ വിലാവിൽ തൊടുക, എന്റെ ആണിപ്പഴുതുകളിൽ നീ കരം വെക്കുക. പക്ഷെ നിങ്ങള് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? കരമുയർത്തിയ തോമ കാൽപാദങ്ങളിൽ കമഴ്ന്നു വീണുകൊണ്ടും സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തി, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമയെ ഈശോ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, തോമ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ എന്തിനാണ് കരയുന്നത്? ഈ കല്ലുകൾ ആരാണ് ഉരുട്ടി മാറ്റുക? ഈ 2 ചോദ്യങ്ങള് എന്റെയും നിങ്ങളുടെയും ജീവിത തീർത്ഥാടനത്തിലെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മൾ ആവർത്തിക്കുന്ന 2 വലിയ പരാതികളാണ്. ഈ പരാതികൾ പരിഹരിക്കാനുള്ള മാർഗം ഉത്ഥാനത്തിന്റെ തിരുനാള് നമ്മുടെ മുൻപിൽ വെക്കുന്നു. കരം പിടിക്കുക. അവൻ കർത്താവാണെന്ന്, അവൻ ദൈവമാണെന്ന്, അവനല്ലാതെ എന്റെ പ്രതിസന്ധികൾക്ക് പ്രതിവിധിയില്ലെന്ന് സമ്മതിക്കുക. അതുകൊണ്ടാണ് ഉത്ഥാനത്തിന്റെ പെരുന്നാള് ജയഘോഷത്തിന്റെ പെരുന്നാള്, ഉത്ഥാനത്തിന്റെ പെരുന്നാള് ഹല്ലേലൂയയുടെ പെരുന്നാള്, ഈശോയുടെ ഉത്ഥാന തിരുനാള് ഒരു ക്രൈസ്തവന്റെ സന്തോഷത്തിന്റെ അണപൊട്ടി ഒഴുകല്. ഞാനും നിങ്ങളും കർത്താവ് ദൈവമാണെന്ന്, അവൻ നാഥനാണെന്ന്, അവനല്ലാതെ മറ്റൊരു നാമം എന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല എന്ന വാക്കുകൾ ഹൃദയത്തിലെ ബോധ്യത്തോടുകൂടെ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യാൻ കാരണമാകട്ടെ. നമ്മൾ വിശ്വാസത്തിന്റെ വർഷത്തിന്റെ നടുവിലാണ്. ഈ വിശ്വാസത്തിന്റെ വർഷം നമുക്ക് രക്ഷകനായ കർത്താവിന്റെ വിജയത്തിലെ വിശ്വസിക്കാൻ, ആ വിജയം എനിക്ക് കൂടെ അവകാശപ്പെട്ട തറവാട്ട് സ്വത്താണെന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടാൻ, ഞാനത് സ്വന്തമാക്കാൻ ഒന്ന് മാത്രമേ വേണ്ടൂ. അവൻ എൻ്റെ നാഥനാണ്, അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ ദൈവമാണ്. റബ്ബോണി, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്നേഹമുള്ളവരെ, ആ വിശ്വാസത്തിന്റെ തീവ്രതയിലെ ഈ വിജയത്തിന്റെ സന്തോഷത്തിന്റെ ആധികാരികത നമുക്ക് വ്യക്തിപരമായിട്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക്, കൂട്ടായ്മകൾക്ക്, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ജീവിതത്തിലൂടെ പകുത്തു നൽകാൻ നമുക്ക് കഴിയട്ടെ. മറിയത്തോട് കർത്താവ് ഒന്നേ പറഞ്ഞുള്ളൂ, നീ മുന്നേ പോയി എല്ലാവരോടും പറയുക, ഞാൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. നീ മുന്നേ പോയി എല്ലാവരോടും പറയുക, ഞാൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഇനി മരിച്ചവരെ, ജീവിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കരുത്. ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നവനായ കർത്താവിന്റെ ശിഷ്യരാണ്.
നമുക്ക് ആവേശത്തോടുകൂടെ സർവമനുഷ്യരോടും പറയണം, എൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുവാൻ കഴിവുള്ള വിധം ശക്തനായൊരു കർത്താവ് എനിക്കുണ്ട്. എൻ്റെ കണ്ണുനീരുകൾ തുടച്ചു മാറ്റാൻ കഴിവുള്ള വിധത്തിൽ ശക്തനായൊരു കർത്താവ് എനിക്കുണ്ട് എന്ന് സർവരോടും പറയാൻ നമുക്ക് അതാണ് സുവിശേഷവൽക്കരണം, അതാണ് വിശ്വാസ പ്രഖ്യാപനം. അതിന് നമുക്ക് കഴിയട്ടെ. ഞാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ ദുഃഖങ്ങൾക്ക്, ക്ലേശങ്ങൾക്ക്, നിങ്ങളുടെ രോഗങ്ങൾക്ക്, നഷ്ടങ്ങൾക്ക്, നിങ്ങളുടെ തകർച്ചകൾക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അവശതകൾക്കൊക്കെ വേണ്ടി കർത്താവിൻ്റെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുന്നു. അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും പുത്രസ്വീകാര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിജയക്കൊടി നൽകാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.